ജം ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയുടെ സൈബർ സെക്യൂരിറ്റിയുടെ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാബ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ലാൻ സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ലാനിൽ നമുക്ക് വിൻഡോസ് കമ്പ്യൂട്ടറിനൊക്കെ വെച്ച് അതിലൊരു കാലിനെക്സ് മെഷീനെയും വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഇത് സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് റിയൽ വേൾഡിനെ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു പി സിനെ മറ്റുള്ള ഒരാളുടെ ഒരു പി സിനെ ഇതേപോലെ അറ്റാക്ക് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ലാബ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കാലിനെക്സ് ഒക്കെ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി പ്ലേലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോയിലൊക്കെ എങ്ങനെയാണ് കാലിനെക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ് ഒന്നും കൂടെ റീവൈൻഡ് ചെയ്തിട്ട് ഇതിൽ നോക്കി ഇതിൽ നമുക്കൊരു വിൻഡോസ് മെഷീൻ കൂടി എന്ത് ചെയ്യാനുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു ലാബ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കോൺഫിഗറേഷനുള്ള ഒരു പി സി വേണം. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 8 GB റാമും ഒരു i5 പ്രൊസസ്സറോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വരുന്ന i7 ഒക്കെ പ്രൊസസ്സറുള്ള ഒരു 10th ജനറേഷൻ്റെ മുകളിലോട്ടൊക്കെ ഉള്ളൊരു പി സി ആണെങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ i3 ഉള്ളൂ, റാം കുറച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. i3 ഒരു 4 GB റാമുള്ളൊരു പി സിയിൽ നിന്ന് 8 GB റാമിലോട്ടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പി സിയുടെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ i5 പ്രൊസസ്സറാണ് ഇട്ടിട്ടുള്ളത്. i5 പ്രൊസസ്സർ 10th ജനറേഷനാണ്, 16 GB റാമാണുള്ളത്. അപ്പോൾ എനിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ ബയോസിനകത്ത് കയറിയിട്ട്, ബയോസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓണായി വരുമ്പോൾ ഒരു കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ബയോസിൽ കയറാനായിട്ട് സാധിക്കും. അങ്ങനെ ബയോസിൽ എൻ്റർ ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൽ വിർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പാണ് ഇരിക്കുന്നതെങ്കിൽ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറാൻ നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ മോഡലുകൾക്കും ഓരോ മാനുഫാക്ചേഴ്സുകളും ഓരോ ബയോസ് കീ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെല്ലി ഉണ്ടാവും, HP ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഓരോരോ ബയോസ് കീ ആയിരിക്കും. അപ്പോൾ സിസ്റ്റം ഓണായി വരുന്ന ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കയറാനായിട്ട് പറ്റും. അതിൽ വിർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഈ ബയോസ് എന്ന് പറയുന്ന ഫീച്ചർ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല വരണം എന്നുള്ളത് ഞാൻ കുറച്ച് സാമ്പിളായിട്ടുള്ള കുറച്ച് ബയോസുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ബയോസ്, ഒരു സിസ്റ്റത്തിൻ്റെ ബയോസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇൻ്റൽ വിർച്വലൈസേഷൻ ടെക്നോളജി എനേബിൾ, അത് ഡിസേബിൾ ആയിട്ടായിരിക്കും ഡിഫാൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക, അത് എനേബിൾ ആക്കണം. അതുപോലെ തന്നെ വേറൊരു ബയോസ്, ഇതിപ്പോൾ അസ്യൂസിൻ്റെ ഒരു ബയോസാണ്. ഇതിനകത്ത് ഇൻ്റൽ വിർച്വലൈസേഷൻ ടെക്നോളജി അതും ഇതേപോലെ നമ്മൾ ആ ഒരു ഫീച്ചർ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണം. ഇത് ചില സിസ്റ്റങ്ങളുടെ ബയോസ് ഇതെങ്ങനെ വരാറുണ്ട്, അതിലും ആ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇപ്പോൾ വേറൊരു ബയോസാണിത്, ഇതിനും ഇതേപോലെ തന്നെ ആ ഒരു ഫീച്ചർ നിങ്ങൾ ഇപ്പോൾ എനേബിൾ, ഇതിപ്പോൾ ഡിസേബിൾ ആണ്, ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് സേവ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം ഓണാക്കി വെക്കുക. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ ബയോസിൽ കയറിയിട്ട് വെർച്വലൈസേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഒരു ലാബ് സെറ്റ് ചെയ്യണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് വേണം. അതേപോലെ ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഒരു നെറ്റ്വർക്ക് ആയിരിക്കണം. ഒരു 3-4 സിസ്റ്റങ്ങൾ, ഒരു വിൻഡോസിൻ്റെ സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും സിസ്റ്റം വെക്കുക. അതൊരു നെറ്റ്വർക്ക്, ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ കാലിനെക്സ് മെഷീനും ആ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാബായി അല്ലേ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പി സി ഉള്ളൂ. നമുക്ക് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 പി സി എല്ലാം വെച്ചിട്ട് ഒരു സ്വിച്ച് എല്ലാം മേടിച്ചിട്ട് ആ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വിർച്വലായിട്ട് നമുക്ക് പി സികളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പി സിയുടെ അകത്ത് തന്നെ
ഒരു 3-4 കമ്പ്യൂട്ടർ വെർച്വൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കി അതിൽ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർസുകളുണ്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഹൈപ്പർ-വി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ ഹൈപ്പർ-വി എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റങ്ങളിലൊന്നും ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ വിൻഡോസിൻ്റെ 10 ആണ് ഇരിക്കുന്നത്. വിൻഡോസ് 10 ഹോമാണ്. ഇവിടെ നോക്കിയാൽ അറിയാം വിൻഡോസ് 10 ഹോമാണുള്ളത്. ഇതിൽ ഹൈപ്പർ-വി എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടോ എന്ന് അറിയാൻ ഞാനിവിടെ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫിൽ പോവാം. അപ്പോൾ ഇതിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹൈപ്പർ-വി എന്ന് പറയുന്നൊരു ഫീച്ചർ നോക്കുക. അപ്പോൾ ഹൈപ്പർ-വി ഇതിലില്ല. കാരണം വിൻഡോസ് ഹോം പോലുള്ള സീരീസുകളിൽ വിൻഡോസ് 10 ഹോം, വിൻഡോസ് 11 ഹോം ഇതിലൊന്നും ഹൈപ്പർ-വി എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. അപ്പോൾ ഹൈപ്പർ-വി ഏതൊക്കെ ഇതിലാണ് വെർഷനുകളാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഹൈപ്പർ-വി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സ്വന്തം വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പർ-വി നമുക്ക് സപ്പോർട്ടഡ് OS നോക്കി നോക്കാം. ഹൈപ്പർ-വി സപ്പോർട്ടഡ് OS നമുക്ക് ഹൈപ്പർ-വി ഏതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ സപ്പോർട്ടാകും എന്നുള്ളത് നോക്കി നോക്കാം. ഹൈപ്പർ-വി സപ്പോർട്ടാവുന്ന സാധാരണ വിൻഡോസിൻ്റെ സർവർ OSകളിൽ ഹൈപ്പർ-വി സപ്പോർട്ടാവും. ഈ സർവർ OS അല്ലാതെ നമുക്ക് സപ്പോർട്ടാവുന്നത് വിൻഡോസ് 11 ഇവിടെ സപ്പോർട്ടാവും എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലൈൻറ്റ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ വിൻഡോസ് 11, 10 അതൊക്കെ എന്താ പറയുക അതിൻ്റെയൊക്കെ വെർച്വൽ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് സപ്പോർട്ടാവും സാധാരണ നമുക്ക് വിൻഡോസിൻ്റെ പ്രോ എഡിഷനുകളാണ്. വിൻഡോസ് 10 പ്രോ, വിൻഡോസ് 11 പ്രോയിലൊക്കെ ഈ പറയുന്ന വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഹൈപ്പർ-വി എന്ന് പറയുന്ന ഫീച്ചർ, വെർച്വലൈസേഷൻ അല്ല ഹൈപ്പർ-വി എന്ന് പറയുന്ന ഫീച്ചർ എന്തായിരിക്കും ഉണ്ടാവും. ഞാനിവിടെ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹൈപ്പർ-വി കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ കാണാത്തത് ഇത് വിൻഡോസ് 10 ഹോം ആയതുകൊണ്ടാണ്. അപ്പോൾ ഹൈപ്പർ-വി ഇല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലാബ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ തേർഡ് പാർട്ടിയാണ് ഒന്ന് ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു വെർച്വൽ ബോക്സ്, നമുക്ക് വെർച്വൽ മെഷീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറാക്കിൾ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒറാക്കിൾ എന്ന് പറയുന്ന ഒറാക്കിൾ വെർച്വൽ ബോക്സ്, ഒറാക്കിൾ വെർച്വൽ ബോക്സിൽ പോയിട്ട് ഒറാക്കിളിൽ പോവാം. നമുക്ക് ഒറാക്കിൾ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒറാക്കിൾ അല്ലാതെ വരുന്നതാണ് VMware വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. VMware വർക്ക് സ്റ്റേഷനും ഇതേപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് VMware വർക്ക് സ്റ്റേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും. അപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് VMware വർക്ക് സ്റ്റേഷൻ ഉള്ളത് എൻ്റെ കയ്യിൽ 17.5.2. ഇപ്പോൾ ഈ ഒരു VMware വർക്ക് സ്റ്റേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് ഇതിൻ്റെ VMware വർക്ക് സ്റ്റേഷൻ പ്രോയാണ്, പേഴ്സണൽ യൂസിനുള്ളത് ഫ്രീ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരാം. എൻ്റെ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ബയോസിനകത്ത് കയറിയിട്ട് എനേബിൾ ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഈ VMware വർക്ക് സ്റ്റേഷൻ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഞെക്കുക. അപ്പോൾ സാധാരണ എല്ലാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്സ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ് എന്നുള്ള ഒരു ബോക്സ് വരും. നമ്മൾ ജസ്റ്റ് യെസ് കൊടുക്കുക. അപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ 17 എന്ന് പറയുന്ന വെർഷനാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു PC i5ൻ്റെ 10th ജനറേഷനിൽ ഓടുന്നതാണ്. ഇപ്പോൾ i5ൻ്റെ 10th പോയി 14th ജനറേഷൻ റിലീസായിട്ടുണ്ട്. അതിനേക്കാൾ കൂടിയ പ്രൊസസ്സറാണ് i7, അതിനേക്കാൾ കൂടുതലാണ് i9 ഒക്കെ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് i5ൻ്റെ 10th ജനറേഷൻ 16 GB ഉള്ള ഒരു നോർമൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ വെൽക്കം പേജാണിത്. ഈ ഒരു VMware വർക്ക് സ്റ്റേഷനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ തന്നിട്ടുള്ള ഒരു വെൽക്കം പേജാണ്. നിങ്ങളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഗ്രി ചെയ്യണം. അപ്പോൾ ഐ അക്സെപ്റ്റ് ദ ടേംസ് ഇൻ ദ ലൈസൻസ് എഗ്രിമെൻറ്റ് എന്ന് കാണുന്ന ഈ ഒരു ബോക്സിൽ നമ്മൾ ടിക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റം സെറ്റപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു പാത്തൊക്കെ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ VMware എന്ന് പറഞ്ഞ VMware വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിലോട്ടാണ് ഇത് എന്താ പറയുക ഇൻസ്റ്റാൾ ആവുന്നത് എന്നുള്ള ഒരു ലൊക്കേഷനൊക്കെ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ മാറ്റി വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് VMware ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. ചെക്ക് ഫോർ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ഓൺ സ്റ്റാർട്ടപ്പ്. നിങ്ങൾ ഓരോ വട്ടം VMware എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് ചെക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നമുക്ക് അപ്ഡേഷൻ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന VMware 17.5 എന്ന് പറയുന്ന വെർഷൻ തന്നെ എപ്പോഴും ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിക്ക് ഒഴിവാക്കുക. അപ്പോൾ തുടക്കം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇല്ലാതെയാവും. അപ്പോൾ അത് ഞാൻ അൺടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോയിൻ ദ VMware കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ ഇതിൽ നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് VMware-ആയിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് അവരുടെ പ്രൊഡക്റ്റ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിൻ്റെ ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ VMware ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ VMware-ൻ്റെ ഒരു ഷോർട്ട് കട്ട് VMware ഓപ്പൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഈ ഡെസ്ക്ടോപ്പിലൂടെ വന്ന് കിടക്കട്ടെ എന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ എല്ലാം ഒരു ഷോർട്ട് കട്ടുകൾ ഈ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ VMware ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, VMware VLC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ VLCയുടെ ഷോർട്ട് കട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ XP Pen എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ക്രോമിൻ്റെ ഒരു ഷോർട്ട് കട്ട് വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വേണമെന്ന് ചോദിക്കണേ. പിന്നെ സ്റ്റാർട്ട് മെനു പ്രോഗ്രാംസിൽ ഇത് ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടിക്ക് ഒഴിവാക്കി ഷോർട്ട് കട്ടായിട്ട് ഇവിടെ കിടന്നോട്ടെ. ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ റെഡി ടു ഇൻസ്റ്റാൾ VMware വർക്ക് സ്റ്റേഷൻ പ്രോ ഇത് ഇൻസ്റ്റാൾ ആയി. അപ്പോൾ 3D ആക്സിലറേഷൻ വിൽ ബി ഡിസേബിൾഡ് ഫോർ VMware DirectX 11+ നോട്ട് സപ്പോർട്ടഡ് ബൈ ദ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു എഴുത്തൊക്കെ നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ചേഞ്ച് ചെയ്യാനും പറ്റില്ല, അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നിർബന്ധമായിട്ട് ഇത് വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ആവും. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിൽ ഓപ്പണായിട്ട് വെർച്വൽ മെഷീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ബയോസിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യണം കേട്ടോ. വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉള്ള ലാപ്ടോപ്പുകളിലും ഡെസ്ക്ടോപ്പുകളിലും മാത്രമേ നമുക്ക് VMware എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ടേ നമുക്ക് ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിനിഷ് ചെയ്യാം, നമ്മുടെ ലൈസൻസ് ഫിനിഷ് ചെയ്യും, ഫിനിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ VMware വർക്ക് സ്റ്റേഷൻ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പ് സൈബർ സെക്യൂരിറ്റിയുടെ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് അതിലിട്ടിട്ടുണ്ട്. അതിനകത്ത് കാലി നെക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് VMware-ൻ്റെ അകത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ മിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വെർച്വൽ മിഷൻ എന്ന് പറയാം. വെർച്വൽ മിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഒരു സാധാരണ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഈ VMware-ൻ്റെ അകത്ത് ഞാനൊരു Windows 11 ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെക്കുക. ഇപ്പോൾ Windows 11 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് Windows 11 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിന് RAM ഉണ്ടാവും, ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, പ്രൊസസ്സർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അത് ഒന്നും ഫിസിക്കലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫിസിക്കലായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് ഞാൻ വേറൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിൻ്റെ റാമും പ്രൊസസ്സറും ഹാർഡ് ഡിസ്കും എല്ലാമാണ് ആ വെർച്വൽ കമ്പ്യൂട്ടറിന് എന്താവുന്നത്, ഷെയർ ആവുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുണ്ടാക്കുന്ന VMware-ൻ്റെ അകത്തുണ്ടാക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വന്തമായിട്ട് ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടാവില്ല, അത് ഷെയർഡ് ആയിരിക്കും, എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിൻ്റെ ഷെയർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് റാമും ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെർച്വൽ മെഷീനൊക്കെ 1ഉം 2ഉം വെർച്വൽ മെഷീനൊക്കെ ഹാങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് അതിനകത്ത് റൺ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ, നമുക്ക് അതിനകത്തൊരു പുതിയ വെർച്വൽ മെഷീൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഓപ്പൺ എ വെർച്വൽ മെഷീൻ, ഒരു ഓൾറെഡി ഉള്ളൊരു വെർച്വൽ മെഷീൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ടു എ റിമോട്ട് സെർവർ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇതിലൊരു കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കാലി ലിനക്സിൻ്റെ ഒരു കസ്റ്റം ഇമേജ് ഉണ്ട്. കസ്റ്റം ഇമേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിലൊരു വെർച്വൽ മെഷീൻ ഉണ്ട് കാലി ലിനക്സിൻ്റെ. അപ്പോൾ ഈ ഒരു കാലി ലിനക്സിൻ്റെ വെർച്വൽ മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാം, കാലി ലിനക്സിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കസ്റ്റം കാലി ഇമേജ് ഞാൻ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഒരുപാട് ടൂളുകളൊക്കെ നമ്മുടെ സൈബർ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഇമേജ് ഫയലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതാണത്. ഏകദേശം ഒരു 4.5 GB വരുന്ന ഒരു കാലി ലിനക്സ് ആണുള്ളത്. ഈ ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്രസ്ഡ് ഫയലാണ്. എന്ന് വെച്ചാൽ സിപ്പ് ചെയ്ത് .7z എന്ന് കാണുന്നുണ്ടോ, ഇത് കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് ആദ്യം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനായിട്ട് ഞാനിതിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ WinRAR എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ വരുന്നത്. ഇപ്പോൾ WinRAR നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് WinRAR എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. WinRAR ഇൻസ്റ്റാൾ ചെയ്യാൻ ഡൗൺലോഡ് WinRAR എന്ന് കൊടുക്കുക. ഡൗൺലോഡ് WinRAR കൊടുത്തിട്ട് ഫസ്റ്റ് WinRARൻ്റെ ഈ ഒരു സൈറ്റിൽ പോവുക. WinRAR ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ WinRAR ഇവിടെ ഇപ്പോൾ ബ്ലോക്ക്ഡ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് അൺവെരിഫൈഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ഞെക്കിയിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു സിപ്പ് ഫയൽ എടുത്തിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു 3 ഓപ്പൺ വിത്ത് WinRAR വരും, എക്സ്ട്രാക്ട് ഫയൽസ്, എക്സ്ട്രാക്ട് ഹെയർ വരും, എക്സ്ട്രാക്ട് ടു കാലി ലിനക്സ്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സ്ട്രാക്ട് ടു കാലി ലിനക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് അടക്കമാണ് വരുന്നത്. അപ്പോൾ ഇതും ഒരു സിപ്പ് ഫയലാണ്. .7z അല്ലെങ്കിൽ .zip അങ്ങനെയൊക്കെ വരുന്നതൊക്കെ കംപ്രസർ ഫയൽസാണ്. അപ്പോൾ ഇതിലും റൈറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ എക്സ്ട്രാക്ട് ടു എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതേപോലെ കാലി ലിനക്സിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഇത് വരും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഒരു കാലി ലിനക്സിൻ്റെ ഈ ഒരു വെർച്വൽ മെഷീനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ഞെക്കുന്നു, എക്സ്ട്രാക്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എക്സ്ട്രാക്റ്റിങ് സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റിങ് കംപ്ലീറ്റ് ആവുന്നവരെ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എക്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് ആയത് നമുക്ക് ഇത് എക്സ്ട്രാക്റ്റ് ചെയ്ത് വന്ന ഒരു ഫോൾഡറാണിത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും കാലി ലിനക്സിൻ്റെ ഒരു പേരിൽ വരും. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫയലുകൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള VMware വർക്ക് സ്റ്റേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാലി ലിനക്സിൻ്റെ സൈറ്റിൽ പോയി അവിടെ നിന്നൊരു ISO ഫയൽ, ഇമേജ് ഫയൽ, കാലി ലിനക്സിൻ്റെ മൊത്തമുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഓൾറെഡി കാലി ലിനക്സിൻ്റെ ഒരു കസ്റ്റമൈസർ വെർച്വൽ മെഷീൻ ഇമേജ് ഫയലുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനാണ് ഞാനത് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഓപ്പൺ എ വെർച്വൽ മെഷീൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരെ എവിടെ പോവാം, നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഫയൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഫയൽ നിങ്ങൾക്ക് അല്ലാതെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാലി ലിനക്സിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷേ വെർച്വൽ മെഷീൻ നമ്മൾ വഴി തുറക്കുമ്പോൾ ആ ഒരു വെർച്വൽ മെഷീൻ VMwareൻ്റെ വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ഫയൽ മാത്രമേ അവിടെ കാണുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു വെർച്വൽ മെഷീൻ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വന്ന് കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ ഫിസിക്കൽ മെഷീനിൽ നിന്ന് ഏകദേശം ഒരു 4 GB മെമ്മറിയും അതുപോലെ പ്രൊസസ്സറിൻ്റെ 2 കോറും ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു 80 GB ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാലി ലിനക്സിൻ്റെ റാം 4 GB പോരാ, നിങ്ങൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത കാലി ലിനക്സ് 4 GB പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് വെർച്വൽ മെഷീനിൽ പോയതിന് ശേഷം ഇവിടെ 4 GB എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ ഇപ്പോൾ പ്രൊസസ്സറിൻ്റെ കോറ് ഇത്ര പോരാന്നുണ്ടെങ്കിൽ കോറ് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഹാർഡ് ഡിസ്ക് 80 GB പോരാന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. നെറ്റ്വർക്ക് അഡാപ്റ്റർ, ഇപ്പോൾ നെറ്റ്വർക്ക് അഡാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്രിഡ്ജഡ് നാറ്റ് ഹോസ്റ്റ് ഓൺലി അതേപോലെ തന്നെ കസ്റ്റം വരും. ഇപ്പോൾ ബ്രിഡ്ജഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ളൊരു മെഷീൻ ഉണ്ടല്ലോ, എൻ്റെ ഫിസിക്കൽ വിൻഡോസ് മെഷീൻ, ഈ ഒരു മെഷീൻ ഞാൻ എൻ്റെ റൂമിലെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ VMwareൻ്റെ അകത്ത് നിങ്ങൾ എഡിറ്റ് വെർച്വൽ മെഷീനിൽ പോയിട്ട് നിങ്ങളിവിടെ നാറ്റ്, ഈ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ സെറ്റിങ്സിൽ നാറ്റ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ ബ്രിഡ്ജഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ കാലി ലിനക്സ് മെഷീൻ എൻ്റെ ഈ സ്വിച്ചുമായിട്ട്, എൻ്റെ ഈ ഫിസിക്കൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന സ്വിച്ചുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു VMwareൻ്റെ അകത്ത് തന്നെ ഒരു ലാബ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ VMwareൻ്റെ അകത്ത് 2 വിൻഡോസ് സിസ്റ്റവും ഒരു കാലി ലിനക്സ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഒരു നെറ്റ്വർക്ക്
അപ്പോൾ ആ 2 വിൻഡോസ് സിസ്റ്റം ഈ കാലിനെക്സ് മെഷീൻ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. എൻ്റെ പുറത്തിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള വിൻഡോസ് മെഷീൻ ഉണ്ടല്ലോ, എൻ്റെ ആ ഒരു വിൻഡോസ് മെഷീനായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ആ വിൻഡോസ് മെഷീൻ കണക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ വീട്ടിലുള്ള മോഡുമായിട്ട് പോലും എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് VMwareൻ്റെ അകത്താണ് നിങ്ങൾക്കൊരു ലാബ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ VMwareൻ്റെ അകത്തിരിക്കുന്ന പീസുകൾ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു ഓപ്ഷൻ ഹോസ്റ്റ് ഓൺലി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബ്രിഡ്ജഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷീനുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാനിപ്പോൾ ബ്രിഡ്ജഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഫിസിക്കൽ മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എൻ്റെ ഫിസിക്കൽ മെഷീൻ ഇരിക്കുന്ന നെറ്റ്വർക്കുമായിട്ടും എൻ്റെ ഈ കാലിനെക്സ് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ കൊടുക്കുക. ഫയൽ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈബർ സെക്യൂരിറ്റി ഈ ഒരു ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഐ മൂവ്ഡ് ഇറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐ കോപ്പീഡ് ഇറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാലിനെക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു കാലിനെക്സിലാണ് ഞാൻ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് കാലിയാണ്. ഇതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് കാലിനെക്സ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആവുന്ന വരെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഫുൾ സ്ക്രീൻ ഉണ്ടാവും. ഫുൾ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ മെഷീൻ പോലെ തന്നെ നമുക്കിവിടെ കാലിനെക്സ് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ യൂസർ നെയിം ഒക്കെ ഡിഫാൾട്ടാണ്. റൂട്ടും ടൂർ എന്നുള്ളതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് അല്ലേ, അപ്പോൾ ഞാൻ തന്നതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും റൂട്ടും പാസ്വേഡ് ടൂറും ആയിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള കസ്റ്റമൈസ്ഡ് കാലിനെക്സ് മെഷീൻ. അപ്പോൾ ഇങ്ങനെയാണ് കാലിനെക്സ് മെഷീൻ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ കാലിനെക്സ് മെഷീൻ അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ലാബിന് വേണ്ടി സെറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഹോമിൽ ജസ്റ്റ് മൗസ് പോയിൻ്റ് മുകളിലോട്ട് പോകണം, നമ്മുടെ ഹോം കിട്ടും. ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കാലിനെക്സ് മെഷീൻ ഉണ്ട്. ജസ്റ്റ് മൗസ് പോയിൻ്റ് മുകളിൽ പോയ കമ്പ്യൂട്ടർ കാണാം, കാലിനെക്സ് കാണാം. ഇതാണ് കാലിനെക്സ്. ഇപ്പോൾ ആകെ ഒരു കാലിനെക്സ് എന്ന് പറയുന്ന ഒറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിവിടെ വിൻഡോസ് 2 അല്ലെങ്കിൽ 1-2 വിൻഡോസ് കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഒരു ലാബ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന VMwareൽ എങ്ങനെയാണ് കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വിൻഡോസ് കൂടി ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ മുതലാണ് കാണുന്നവർക്കാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവർക്ക് കാലിനെക്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ, മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേറ്റർ, CCNA അങ്ങനെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്കും നെറ്റ്വർക്ക് എഞ്ചിനീയറൊക്കെ ആകാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ചാനൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.